ഹലോ മക്കളെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ ഫിസിക്സ് പഠിക്കാനായിട്ട്. ഈ കുറച്ച് സമയം കൊണ്ട് നിങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ്, അതായത് എല്ലാ ചാപ്റ്ററിലെയും കൂടെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് 20 ഡെറിവേഷൻസിൻ്റെ വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു. അതിൻ്റെ നോട്ട്സും ഒക്കെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കഴിഞ്ഞ വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെറിവേഷൻസിൻ്റെ നോട്ട്സും കിട്ടും. അതുപോലെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിതാ ഇപ്പോൾ ഷുവർ ഷോർട്ട് ന്യൂമറിക്കൽസ്, അതായത് എല്ലാ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ന്യൂമറിക്കൽസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കുന്ന ന്യൂമറിക്കൽസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് അപ്ലോഡിംഗ് ആണ്. ഉടനെ തന്നെ നിങ്ങളിലേക്ക് സെക്കൻഡ് പാർട്ടും എത്തും. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതായത് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം കഴിഞ്ഞ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടത് കൊണ്ട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, 1-2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 85 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതും 2 പാർട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക, വീഡിയോയുടെ ലെങ്ത് കൂടി പോവുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ്, ഇപ്പം നിങ്ങൾ കെമിസ്ട്രിയുടെ ഒക്കെ കണ്ടല്ലോ അല്ലേ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പോയ ക്വസ്റ്റ്യൻസ് അല്ല പലതും ചോദിച്ചിരിക്കുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം, വീഡിയോയിൽ തുടങ്ങാം. ചെറിയൊരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് എന്തായാലും ബോർഡ് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തുടങ്ങാം. ഫിസിക്കൽ വേൾഡിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അറേഞ്ച് ദ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ റിലേറ്റീവ് സ്ട്രെങ്ത്. ഫസ്റ്റ് വൺ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്. പിന്നെ വരുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. പിന്നെ വരുന്നതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കുക. രണ്ടാമത്തത് ഏതാണ് വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്? വീക്കസ്റ്റ് ഫോഴ്സസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മൂന്നാമത്തത് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി എല്ലാ ഒബ്ജക്ട്സിന്റെ ഇടയിലും പ്രസന്റ് ചെയ്തിരിക്കുന്ന ഫോഴ്സ് ഏതാണ്? പ്രസന്റ് ആയിരിക്കുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കേട്ടോ. പിന്നെ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ഏതാണ്? ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഫോഴ്സ്, അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അടുത്തത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്നുള്ള ചോദ്യമാണ്. റൈറ്റ് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. യൂണിറ്റും ഇല്ല ഡയമെൻഷൻ ഫോമിൽ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഒന്ന് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്, മറ്റൊന്ന് സ്ട്രെയിൻ ആണ്. ജസ്റ്റ് 2 എക്സാമ്പിൾസ് പറഞ്ഞതാണ്. അതായത് റേഷ്യോ എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ മുകളിലും താഴെയും സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാൻസൽ ആയി പോവും. പിന്നെ അധികവും റേഷ്യോയ്ക്ക് എന്തുണ്ടാവില്ല? ഡയമെൻഷണൽ ഫോർമുല ഉണ്ടാവില്ല, അല്ല യൂണിറ്റും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അതാണ്, നമുക്ക് ഡയമെൻഷണൽ ഫോർമുല ഇല്ല, യൂണിറ്റും ഇല്ല. അടുത്ത ചോദ്യം, റൈറ്റ് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് നോ യൂണിറ്റ് ബട്ട് that have unit but no dimension. ഡയമെൻഷൻ ഇല്ല പക്ഷേ യൂണിറ്റ് ഉണ്ട്. പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഡയമെൻഷണൽ ഫോമിൽ ഇല്ല, പക്ഷെ അവർക്ക് യൂണിറ്റ് ഉണ്ട്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്താണ് വരുന്നത്? റേഡിയൻ ആണ്. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്? സ്റ്റിറേഡിയൻ ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ റേഡിയൻ അല്ലേ? റേഡിയൻ തന്നെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ്. ഓക്കെ, തീറ്റ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? തീറ്റയാണ്. അപ്പം അതിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? റേഡിയൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങൾക്ക് ഇക്വേഷൻ തന്നിട്ട് അതിനകത്ത് നിന്നും നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരെണ്ണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് യൂസിങ് ഇക്വേഷൻ. നമുക്ക് ലാംഡ ഈക്വൽസ് h/mv എന്ന് തന്നിട്ടുണ്ട്. ഈ ലാംഡ എന്താണ്? വേവ് ലെങ്ത് ആണ് അല്ലേ? h എന്ന് പറയുന്നതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, m എന്താണ്? മാസ് ആണ്, v ഇസ് വെലോസിറ്റി. അപ്പം നമുക്ക് ലാംഡ ഈക്വൽസ് h/mv യിൽ നിന്നും h ഇസ് ഈക്വൽ ടു ലാംഡ mv എന്ന് എഴുതാമല്ലോ അല്ലേ? ലാംഡ എന്ന് പറയുന്നത് എന്താണ്? വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്. അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല L ആണ്. അടുത്തത് മാസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല m ആണ്. വെലോസിറ്റിയുടെ Lt⁻⁻1 ആണ്. അപ്പോൾ എച്ചിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ വരിക? ml² T⁻⁻1. That is dimensional formula for Planck's constant. Okay, next എന്താണ് യൂണിറ്റ് വെക്ടേഴ്സ്? അപ്പോൾ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നും ഞാൻ
ഒരുപാട് പിന്നെ ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം ഡയമെൻഷണൽ ഫോർമുലയാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. അത് ഒത്തിരി പ്രാവശ്യം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ ടു ഡിറൈവ് ദ റിലേഷൻ അമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതൊക്കെ എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ആ ഡയമെൻഷണൽ ഫോർമുലയുടെ ആ 2 ആപ്ലിക്കേഷൻ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്ന 1 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പം ചെയ്തു തന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ആർ യൂണിറ്റ് വെക്ടേഴ്സ്? മോഷൻ ഇൻ എ പ്ലെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്, അതായത് മാഗ്നിറ്റ്യൂഡ് 1ഉം അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഡയറക്ഷൻ ഇറ്റ്സ് ഡയറക്ഷൻ ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൺ വെക്ടർ. ഇപ്പം നമുക്കറിയാം ചില ക്വാണ്ടിറ്റീസിൽ ചിലപ്പം മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കാം ചിലപ്പോൾ. ആ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു യൂണിറ്റ് വെക്ടർ കൊടുക്കും. ഈ യൂണിറ്റ് വെക്ടർ കൊടുത്താലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറത്തില്ല. നമ്മൾ എടുത്ത ആ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനൊരു മാറ്റം ഉണ്ടാവില്ല, പക്ഷെ അവിടെ ഡയറക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ? വരാൻ സാധ്യത ഉണ്ടെന്നല്ല, ഡയറക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വെക്ടറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവണം, അതിൻ്റെ യൂണിറ്റ് വെക്ടറും ഉണ്ടാവണം. അതായത് വെക്ടർ എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ therefore എ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താ നമുക്ക് എഴുതാം? വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആണ്. ഓക്കെ, യൂണിറ്റ് വെക്ടറിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോറി. അടുത്തത് സ്റ്റേറ്റ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും ഒക്കെ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. എന്നാലും പറയാം, 2 വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും. ഈ 2 വെക്ടേഴ്സിനെ നമ്മളൊരു ട്രയാങ്കിളിലെ 2 സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ 3ാമത്തെ സൈഡായിരിക്കും ഇതിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടർ എന്ന് കാണിക്കുന്നത്. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി അല്ലേ? വെക്ടർ എയും വെക്ടർ ബിയും ഒരേ ഓർഡറിലായിരിക്കണം എടുക്കേണ്ടത്. റിസൾട്ടൻറ്റ് വെക്ടർ ഓപ്പോസിറ്റ് ഓർഡറിലായിരിക്കണം. ഇനി ഇതിനകത്ത് പാരലോഗ്രാം ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വെക്ടേഴ്സ് ഒരു പാരലോഗ്രാമിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡയഗണൽ ആയിരിക്കും എന്തുണ്ടാവുക? ഡയഗണൽ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ diagonal gives the magnitude of the resultant vector or represent the magnitude of the resultant vector. അപ്പോൾ നമ്മൾ പാരലോഗ്രാം ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? when 2 vectors are represented by the 2 adjacent sides of the parallelogram, then the resultant is represented by the diagonal of the vectors. Okay, അടുത്തത് വാട്ട് ഈസ് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ട്രജക്ടറി ഫോളോഡ് ബൈ എ പ്രൊജക്ടൈൽ? എന്താണ് ട്രജക്ടറി? പാരബോള ആയിരിക്കും അല്ലേ? നമ്മൾ ട്രജക്ടറി എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കൂ. ഇങ്ങനെ ഒരു ഡയഗ്രാം, നമ്മൾ ഗ്രാഫുകളുടെ ഒരു വീഡിയോ, ഗ്രാഫുകൾ ഈ നമ്മളെ ഈ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഗ്രാഫുകളും വെച്ചിട്ടുള്ളൊരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയഗ്രാംസിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. ഇന്ന് കൊണ്ടത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിലും ഡെറിവേഷനിലുള്ള ഡയഗ്രാംസ് ഉണ്ടല്ലോ, അതായത് പ്രത്യേകിച്ചും പ്രൊജക്ടൈൽ മോഷൻ്റെ ഡയഗ്രാം, അതുപോലെ തന്നെ ബാങ്കിങ് ഓഫ് റോഡ്സിൻ്റെ ഡയഗ്രാം, ഈ 2 ഡയഗ്രാമാണ് നിങ്ങൾ നന്നായിട്ട് വരയ്ക്കാൻ പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ ഐസോതേർമൽ അഡിയബാറ്റിക് പ്രോസസ്സിൽ, അതായത് 4 തെർമോഡൈനാമിക് പ്രോസസ്സിൻ്റെ ഗ്രാഫുകളുണ്ട്. അതിൻ്റെ PV ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ ആ PV ഡയഗ്രാം കൂടെ ഞാൻ ഡയഗ്രാംസിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ ഐസോതേർമൽ പ്രോസസ്സ്, അതായത് ആ 4 തെർമോഡൈനാമിക് പ്രോസസ്സുകളുടെ PV ഡയഗ്രാം മാത്രമായിട്ട് ഒരു യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മുന്നേ. അപ്പോൾ അത് 4 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PV ഡയഗ്രാമും ക്ലിയർ ആവും കേട്ടോ. അതുപോലെ ഇനി കാർനോട്ട് സെൻറ്റിൻ്റെതും വരച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ്റെത് വരയ്ക്കുവാണെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇനീഷ്യലി നമ്മളൊരു വെലോസിറ്റി കൊടുത്തിട്ട് ഒരു ബോഡി ഇങ്ങനെ എറിയും അല്ലേ? അപ്പോൾ ആ ബോഡി എങ്ങനെയാണ് പോകുന്നത്? ആദ്യം ഇങ്ങനെ പോവും, പക്ഷേ പിന്നീട് അതങ്ങ് താഴേക്ക് വന്ന് വീഴും അല്ലേ? അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് ഇതിനെ യുവിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്താണ് വരിക? യു കോസ് തീറ്റയും ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്താണ് വരിക? യു സൈൻ തീറ്റ എന്നുമായിരിക്കും വരുന്നത് അല്ലേ? ഇനി ഈ യു കോസ് തീറ്റ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ മോഷൻ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. യു സൈൻ തീറ്റയാണ് എന്ത് സംഭവിക്കുന്നത്? കുറയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. യു കോസ് തീറ്റ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. കാരണം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇതിൻ്റെ വെലോസിറ്റിയെ ചേഞ്ച് ചെയ്യിക്കാനായിട്ട് ഒന്നുമില്ല. ഹൊറിസോണ്ടൽ ഫോഴ്സ് ആബ്സെൻ്റ് ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ വെർട്ടിക്കലി എന്താ സംഭവിക്കുക? ഇത് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം വെർട്ടിക്കൽ വെലോസിറ്റി മാറും, പക്ഷേ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാറത്തില്ല. ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. എപ്പോഴും പ്രൊജക്ടൈലിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ,
അതൊക്കെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ട്രജക്ടറി ഓഫ് ദ, അപ്പം ഈ ഒരു ഷേപ്പിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇങ്ങനെ പോകുന്നതിനെയാണ് പാരബോള എന്ന് പറയുന്നത്. അതിനെ ട്രജക്ടറി എന്നാണ് പറയുന്നത് കേട്ടോ. ട്രജക്ടറി ഓഫ് പാത്തിനെ ട്രജക്ടറി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് ദീസ് കമ്പോണൻസ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്സ് ഓഫ് പ്രൊജക്ടൈൽ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ എന്താണ് വെലോസിറ്റീസ്? അതായത് ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി അവിടെ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ വെർട്ടിക്കൽ വെലോസിറ്റി, അതായത് യു സൈൻ തീറ്റ എന്തായി പോവും? യു സൈൻ തീറ്റ 0 ആയി മാറും. ഓക്കെ, യെസ്. നെക്സ്റ്റ്, അല്ലാതെ മൊത്തത്തിൽ വെലോസിറ്റി 0 എന്ന് പറയരുതേ, അത് പ്രൊജക്ടൈലിൻ്റെ കേസിലല്ല. സാധാരണ ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയുമ്പോഴാണ് മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആവുന്നത്. പക്ഷേ പ്രൊജക്ടൈലിൻ്റെ കേസിൽ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 എന്നും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് യു കോസ് തീറ്റ എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, give an example for a motion in which speed is constant still accelerating. സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ആക്സിലറേഷൻ സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു ബോഡി ഒരു യൂണിഫോം സർക്കുലർ പാത്തിൽ പോകുമ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഓരോ പോയിന്റിൽ എത്തുമ്പോഴും നമുക്ക് കാണാം അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഡയറക്ഷൻ മാറുന്നത് കാരണം അവിടെ വെലോസിറ്റി മാറത്തില്ലേ? വെലോസിറ്റി മാറിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. ഈ ആക്സിലറേഷനെയാണ് എന്ത് പറയുന്നത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ അവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിലും ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ കേട്ടോ. ഓക്കെ, അടുത്തത്, why a seasoned cricketer draws his hands backwards during a catch? അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ക്രിക്കറ്റ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കൈ ഇങ്ങനെ പുറകിലേക്ക് വലിക്കും അല്ലേ. ചാടി പിടിച്ചിട്ട് ബോൾ പിടിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? കൈയിലേക്കുള്ള ഫോഴ്സ് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. അപ്പം നമ്മൾ പെട്ടെന്ന് അതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേക്കൺ ടു സ്റ്റോപ്പ് ദ ബോൾ ഇസ് വെരി സ്മോൾ അല്ലേ. പെട്ടെന്ന് അതിനെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കണ്ടോ എഫ് കൂടും. ഇവിടെ ഡിനോമിനേറ്റർ കുറയുമ്പോൾ ഇവിടെ എഫ് കൂടും. അതേസമയം നമ്മൾ കൈ ഇങ്ങനെ പുറകിലേക്ക് വലിക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുക? ടൈം ടേക്കൺ ടു സ്റ്റോപ്പ് ദ ബോൾ ഇൻക്രീസസ്, സോ ഫോഴ്സ് ഡിക്രീസസ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ കയ്യിലേക്കുള്ള ഫോഴ്സ് അവിടെ കുറയുകയാണ് ചെയ്യുക. ഓക്കെ, അടുത്തത്, using Newton's second law of motion arrive at impulse momentum principle. Impulse momentum principle എന്ന് പറയുന്നത് എന്താണ്? It is equal to the change in momentum of, അതായത് impulse is equal to the change in momentum of the body ആണ്. അതായത് നമ്മളിവിടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രേറ്റർ ഫോഴ്സ് ആക്ടിങ് ഇൻ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എഫ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ. ഈ ഡി ടി ഇങ്ങോട്ടേക്ക് എടുത്തേ. എഫ് ഇൻറ്റു ഡി ടി ഇസ് ഈക്വൽ ടു ഡി പി. വാട്ട് ഈസ് ദിസ് ഫോഴ്സ് ഇൻറ്റു ടൈം? ദാറ്റ് ഈസ് ഇമ്പൾസ്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് ഡി പി? ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലേ. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. വാട്ട് ഈസ് മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അതായത് ഐ ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി എം ഇൻറ്റു ബി മൈനസ് യു. ഐ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് യു ആണ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടോ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞു തരാം. അതായത് എഫ് ഈക്വൽസ് എം എ എങ്ങനെ ഡിറൈവ് ചെയ്യാം? വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്, ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും, എന്നാലും പറഞ്ഞു തരാം. എന്താണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ? ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ. അതായത് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ബൈ ഡി ടി ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻ ടു വെലോസിറ്റി അല്ലേ. അപ്പോൾ എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു എന്താ വരിക നോക്കൂ, ഡി ബൈ എം പുറത്തേക്ക് എടുക്കുക, എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി. എന്താണ് ഡി വി ബൈ ഡി ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താണ്? യെസ്, ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു എ ഓർ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ. കണ്ടോ, എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ. ഇനി എക്സ്പെരിമെൻ്റലി കെയുടെ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത് 1 എന്നാണ്. ദെയർഫോർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മറ്റൊരു ചോദ്യമാണ്, 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Even though action and reaction are equal and opposite, they do not cancel each other. Why?
എന്താണ് ആക്ഷൻ, എന്താണ് റിയാക്ഷൻ എന്ന് പറയുന്നത്? ഒരു ബോഡി മറ്റൊരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് ആക്ഷൻ, തിരിച്ച് ആ ബോഡി ഈ ഫസ്റ്റ് ബോഡിയിലേക്ക് കൊടുക്കുന്നത് റിയാക്ഷൻ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഞാൻ ആദ്യം ആക്ഷൻ കൊടുത്തത് ഇങ്ങോട്ടേക്കാണ്, അതായത് എൻ്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിലേക്കാണ് കൊടുത്തത്, റിയാക്ഷൻ തന്നത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിലേക്കാണ്. സോ ആക്ഷൻ ഈസ് ഓൺ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റിയാക്ഷൻ ഈസ് ഓൺ റൈറ്റ് ഹാൻഡ്. അപ്പോൾ ഈ ആക്ഷനും റിയാക്ഷനും രണ്ട് ബോഡീസിലാണ് ആക്ട് ചെയ്യുന്നത്, ഒരേ ബോഡിയിലല്ല. ഒരേ ബോഡിയിൽ തന്നെ ആക്ട് ചെയ്യുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസേ ക്യാൻസൽ ആവുള്ളൂ. ഇത് രണ്ട് ഡിഫറെൻറ്റ് ബോഡീസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആയതുകൊണ്ട് ആ ആക്ഷനും റിയാക്ഷനും ഒരിക്കലും ക്യാൻസൽ ചെയ്യത്തില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അപ്പം അത് നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ ഇനി അടുത്ത ഫ്രിക്ഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ മാക്സിമം വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് കോൾഡ്. മാക്സിമം വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ല, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഒരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്, അല്ലെങ്കിൽ അതിനെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ എന്തൊക്കെയാണ് നമ്മൾ ഇന്നലെ ചെയ്ത ഗ്രാഫുകളുടെ കൂട്ടത്തിൽ ചെയ്തപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മളൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് കൊടുക്കുക, എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ബോഡിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ബോഡി നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ വലിയ വെയിറ്റ് ഉള്ളൊരു കട്ടിൽ, നിങ്ങളുടെ റൂമിലെ കട്ടിൽ ഇങ്ങനെ തള്ളി മാറ്റാൻ നോക്കുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ കട്ടിൽ അനങ്ങത്തില്ല അല്ലേ. ആ സമയത്ത് ആ കട്ടിലിനും ഫ്ലോറിൻ്റെ ഇടയിലുള്ള ആ ഒരു ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. ഫ്രിക്ഷനെ പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഇസ് static friction. So what is static friction? When you apply a force, the body is at rest, then that friction is called static friction. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുന്നത് കൂട്ടുമ്പോൾ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് എത്തിക്കഴിയുമ്പോൾ ഈ ബോഡി ഇങ്ങനെ നീങ്ങിയില്ലാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. യെസ്, അതിനെയാണ് എന്ത് പറയുന്നത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അങ്ങ് മാക്സിമത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. സോ ദാറ്റ് വാല്യൂ ഓഫ് മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് കോൾഡ് limiting friction. That is called limiting friction. The maximum value of static friction is called limiting friction. ഇനി അടുത്തത് നമ്മൾ പിന്നെയും ഫോഴ്സ് കൊടുക്കുക, അപ്പോൾ എന്തായി? കട്ടിൽ നീങ്ങി തുടങ്ങി അല്ലേ. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷനിൽ കട്ടിൽ നീങ്ങി തുടങ്ങിയിട്ടില്ല, ബട്ട് അറ്റ് ദ വേർജ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പം നീങ്ങും എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്നതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. കട്ടിൽ മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് എന്ത് പറയുക? കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. കൈനറ്റിക് ഫ്രിക്ഷൻ. ഈ കൈനറ്റിക് ഫ്രിക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷനും മറ്റൊന്ന് റോളിംഗ് ഫ്രിക്ഷനും. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു സ്ലൈഡ് ചെയ്ത് വരുന്നത് അല്ലേ, ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോളൊക്കെ ഇങ്ങനെ ഉരുണ്ട് വരുന്നത് എന്താണ്? അത് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ റെസ്റ്റിലുള്ളത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അടുത്തത് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ, ആ സമയത്ത് ഉണ്ടാവുന്നതാണ്. അതിനകത്ത് രണ്ട് ടൈപ്പാണ്, കൈനറ്റിക് സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. ഈ കൈനറ്റിക് ഫ്രിക്ഷന് മറ്റൊരു പേരും കൂടെ പറയും കേട്ടോ, അതുകൊണ്ടൊന്ന് പറഞ്ഞുതരാം. ഡൈനാമിക് ഫ്രിക്ഷൻ എന്നും പറയാറുണ്ട്. ഡൈനാമിക് അതായത് ചേഞ്ച് ചെയ്യുന്നു അല്ലേ, മൂവ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്, നമ്മൾ ബാങ്കിങ് ഓഫ് ഫ്രോഡ്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. സ്റ്റേറ്റ് ദ ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ ലോ? അതുപോലെ തന്നെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് തന്നെയാണ്. എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷന് n എന്നും കൊടുക്കാം, അല്ലെങ്കിൽ r എന്നും കൊടുക്കാം കേട്ടോ, ഏത് വേണമെങ്കിലും കൊടുക്കാം. എന്താ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നോർമൽ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ഈ നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ അവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് കൊടുക്കുന്ന കോൺസ്റ്റന്റിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ F is equal to mu into R അല്ലെങ്കിൽ F equals mu into N ആണ് ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇവിടെ K എന്ന് കൊടുത്തിരിക്കുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷന് ചിലപ്പോൾ FS എന്നും കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയപ്പോൾ എന്തായി? നമ്മൾ ലോസ് ഓഫ് മോഷൻ വരെയുള്ള ചാപ്റ്ററിലുള്ള ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ ഡെറിവേഷൻസ് ചെയ്തപ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഓരോ മാർക്കിൻ്റെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡെറിവേഷൻസിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ന്യൂമറിക്കൽസ് ചെയ്ത വീഡിയോയ്ക്കകത്തും ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് തന്നെ കിട്ടും. ഇത്രയും കണ്ടാൽ തന്നെ നിങ്ങൾ 40-ന് മേലെ അല്ല, സുഖമായിട്ട് നിങ്ങൾക്ക് A+ കിട്ടാനുള്ള ടോപ്പിക്സ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പല വീഡിയോസിലായിട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അടുത്തത് വർക്ക് എനർജി പവറിലെ ചോദ്യങ്ങളാണ്. ഫൈൻഡ് ഔട്ട് ദ സൈൻ ഓഫ് ദ വർക്ക് ഡൺ ഇൻ ഫോളോയിങ് കേസസ്. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 ടൈപ്പ് ഓഫ് വർക്ക് ഉണ്ട്. ഏതൊക്കെയാണ്? സീറോ വർക്ക്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡിയിൽ ഒരു ഫോഴ്സ് കൊടുക്കുവാണ്. ഈ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് പോസിറ്റീവാണ്. അതായത് എഫും എസും ഒരേ ഡയറക്ഷനിലായിരിക്കും. രണ്ടാമത്തത് ഫോഴ്സ് ഇങ്ങോട്ടേക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടേക്കും ആണെങ്കിൽ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ കൊടുക്കുന്ന വർക്കിനെ എന്താണ് പറയുക? നെഗറ്റീവ് വർക്ക് എന്ന് പറയും. അതായത് എഫ് ആൻഡ് എസ് ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അപ്പോൾ അതെന്താവും? നെഗറ്റീവ് വർക്ക് ആവും അല്ലേ. മൂന്നാമത്തത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അതായത് നമ്മൾ ഇങ്ങനെയാണ് ഫോഴ്സ് വരുന്നത്, പക്ഷെ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രി അല്ലേ, അപ്പോൾ വരുന്നത് എന്താണ്? സീറോ വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓഫ് വർക്ക്. ഇനി നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾസ് നോക്കാം. വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ. അതായത് ഇയാൾ ഫോഴ്സ് കൊടുക്കുന്നത് എങ്ങോട്ടേക്കാണ്? ബക്കറ്റ് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുക. അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാകുന്നത് അല്ലേ. ആ സമയത്ത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അവിടുത്തെ വർക്ക് എന്താണ്? വർക്ക് ഇസ് പോസിറ്റീവ്. രണ്ടാമത്തത് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിങ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോഡി ഇങ്ങനെ താഴേക്ക് വരികയാണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ്, പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ വർക്ക് ഡൺ ബൈ എ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? നെഗറ്റീവ് ആണ് വരിക അല്ലേ. അതേസമയം ഇവിടെ നിന്ന് ഒരു കുട്ടി ഈ ബോഡി തള്ളുകയാണ്. അപ്പോൾ ആ കുട്ടി കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ആ കുട്ടി കൊടുക്കുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുണ്ടാവുന്ന വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. Then work done by an applied force on a body moving on a rough horizontal surface. എന്തായിരിക്കും വരുന്നത്? ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫസിൽ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ബോഡി ഡിസ്പ്ലേസ്ഡ് ആവുന്നതും. അപ്പോൾ അവിടെ വർക്ക് എന്താണ് വരുന്നത്? പോസിറ്റീവ് ആണ്. Then work done by the resistive force on air on a vibrating pendulum. അതായത് ഒരു പെൻഡുലം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റെസിസ്റ്റീവ് ഫോഴ്സ് വരിക, അല്ലെങ്കിൽ റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്നും പറയും. അപ്പോൾ അവിടുത്തെ വർക്ക് എന്താണ് വരിക? നെഗറ്റീവ് ആണ് വരുന്നത് അല്ലേ. അടുത്തത് എന്താണ്? നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂറിംഗ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ് ഹൊറിസോണ്ടൽ സർഫസ്. അതാ നോക്കൂ, ഇങ്ങനെ ഒരു ബോഡി ഇങ്ങനെ ഹൊറിസോണ്ടൽ സർഫസിൽ ഇങ്ങനെ പോവുകയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? താഴേക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. സോ ഫോഴ്സ് എന്തായിരിക്കും? Force is 0. Work done by a gravitational force on an object moving on a horizontal surface is what? 0. Okay. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ചതാണ്. What is the work done by centripetal force on a body moving in circular path? എന്താണ് വരുന്നത് നോക്കിക്കേ. ഒരു ബോഡി ഇങ്ങനെ സർക്കുലർ പാത്തിൽ പോവുക അല്ലേ. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? ടുവേർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും. ഈ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങനെയാണ് നമ്മൾ ഈ പോയിന്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? തീറ്റ എന്താ വരുന്നത്? 90 ഡിഗ്രി അല്ലേ. അപ്പോൾ വർക്ക് എന്താ വരിക? 0. സോ വർക്ക് ഡൺ ബൈ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് ഇസ് എന്താണ്? 0 ആണ് കേട്ടോ. വർക്ക് ഇസ് 0, കാരണം അവർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അതുകൊണ്ട് നെക്സ്റ്റ്, എ ലൈറ്റ് ബോഡി ആൻഡ് എ ഹെവി ബോഡി ഹാവ് സെയിം മൊമെൻറ്റാ. Which one has greater kinetic energy? എന്താണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഇത് മറ്റൊരു മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഡെറിവേഷൻ ആണിത്. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് mv² ആണ് അല്ലേ. ഈ ഇക്വേഷനെ നമുക്ക് രണ്ട് വശത്തും m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ എന്ത് വരും? 2 മാസം വന്നിരിക്കുന്നതുകൊണ്ട് m² v² ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ് വരിക? 2m എന്ന് വരില്ലേ കൈനറ്റിക് എനർജി. ഇനി നമുക്കറിയാം മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ. അപ്പോൾ m² v² എന്ന് പറയുന്നത് എന്താണ് വരിക? p² ആണ് വരിക. m² v² is equal to p². Therefore kinetic energy is equal to p² by 2m. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. ലൈറ്റ് ബോഡിയും ഹെവി ബോഡിയാണ്, അപ്പം മാസ് ഡിഫറെൻ്റ് ആണ്. സെയിം മൊമെൻറ്റം ആണ്, മൊമെൻറ്റം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. അപ്പം ലൈറ്റ് ബോഡി ആണെങ്കിൽ മാസ് കുറവുള്ള ബോഡിക്ക് എനർജി കൂടുതലായിരിക്കും, മാസ് കൂടുതലുള്ള ബോഡിക്ക് എനർജി കുറവായിരിക്കും. കഴിഞ്ഞല്ലോ. യെസ്, അടുത്തത് give 2 examples for conservative forces. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ if the work done by the force does not depend upon the path.
അതായത് ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ ആ വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ്, ആ ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്തായിരിക്കും, ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾസ് ആരൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സ്പ്രിംഗ് ഫോഴ്സ് ഒക്കെ എക്സാമ്പിൾസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ്, ഇതൊക്കെ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഫോഴ്സസ് തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ദ കൺസർവേറ്റീവ് എന്ന നോൺ കൺസർവേറ്റീവ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചെയ്തോളുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് ഹൂക്സ് ലോ ഫോർ എ സ്പ്രിംഗ്. അപ്പോൾ നമുക്ക് എന്നോട് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹൂക്സ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് എനർജി പവർ ലോ ഹൂക്സ് ലോ ആണോ അതോ ഓസിലേഷൻസിലെ ഹൂക്സ് ലോ ആണോ എഴുതേണ്ടതെന്നുള്ളത്. സോറി, ഓസിലേഷൻസ് അല്ല, നമ്മുടെ സോളിഡ്സിലെ ഹൂക്സ് ലോ ആണോ എഴുതേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഹൂക്സ് ലോ എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ 2 എഴുതിയാലും മാർക്ക് കിട്ടും, ഏത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ വർക്ക് എനർജി പവറിലെ ഹൂക്സ് ലോ എന്തുവാണ്? വർക്ക് എനർജി പവറിലെ ഹൂക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഓക്കെ, ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. എന്ത് ഫോഴ്സ് ആണ്? സ്പ്രിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് Fs = -x എന്ന് കൊടുക്കാം. എന്താണ് സ്പ്രിംഗ് ഫോഴ്സ്? നമ്മളൊരു ബോഡിയിൽ അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡി അങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്ഡ് ആയി അല്ലേ? പക്ഷേ അങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആവുന്ന സമയത്ത് ആ ബോഡിയിൽ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ആ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ നോക്കും. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ഫോഴ്സ് ഉണ്ടാവുക. അതിനെയാണ് സ്പ്രിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ബോഡി പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുക. ആ നെഗറ്റീവ് സൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ Fs എന്നെ നമുക്ക് -k × x എന്ന് കൊടുക്കാം. കോൺസ്റ്റൻ്റ് ആണ് k പറയുന്നത് എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് Fs = -kx ആണ്. ഇത് വർക്ക് എനർജി പവറിലെ എന്താണ്? ഹൂക്സ് ലോ. ഇനി ഇതിലെ ഹൂക്സ് ലോ എന്താണ്? നമ്മുടെ സോളിഡ്സിലെ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലേ? അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽസ് കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഇതാണ് സോളിഡ്സിലെ ഹൂക്സ് ലോ. അപ്പോൾ ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻസ്. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത് ഒരു ബോഡി, 2 ബോഡീസ് കൊളൈഡ് ചെയ്യുമ്പോൾ ഇവരുടെ കൊളീഷൻസ് നടക്കുന്ന സമയത്തും അതിന് മുൻപും എന്തായിരിക്കണം? ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ടോട്ടൽ മൊമെൻറ്റവും ടോട്ടൽ കൈനറ്റിക് എനർജിയും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടാവുന്ന കൊളീഷനെയാണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. അതായത് ദ കൊളീഷൻസ് ഇൻ വിച്ച് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾസിനെ എല്ലാം കൂടെ ചേർത്താണ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് കൺസേർവ്ഡ് ആയിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതാണ് ഇലാസ്റ്റിക് കൊളീഷൻ. അതേസമയം ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത് മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ എനർജി കോൺസ്റ്റൻ്റ് ആവത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും എന്തായിരിക്കും? മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. The collision in which linear momentum is conserved but kinetic energy is not conserved. അതിനെയാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് കൊളീഷൻ്റെ എക്സാമ്പിൾ കണ്ടോ? സബ് പാർട്ടിക്കിൾസ്, അതായത് നമ്മുടെ ന്യൂട്രോൺസ് പ്രോട്ടോൺസ് ഒക്കെ തമ്മിലുള്ള കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ 2 വെഹിക്കിൾസ് തമ്മിലുണ്ടാകുന്ന ആക്സിഡൻസ് ഒക്കെ ഇൻഇലാസ്റ്റിക് കൊളീഷൻസിന് എക്സാമ്പിൾ ആണ്. മാക്രോസ്കോപ്പിക് ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ വലിയ ഓബ്ജക്ട്സ് തമ്മിലുണ്ടാകുന്ന കൊളീഷൻ. അപ്പോൾ ഇത്രയും കണ്ടോ? ഇതൊക്കെ വർക്ക് എനർജി പവറിൽ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ റൊട്ടേഷണൽ മോഷനിലേക്ക് കടന്നു. റൊട്ടേഷണൽ മോഷനിലേക്ക് കടന്നു കഴിയുമ്പോൾ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് ലീനിയർ മോഷനിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷണൽ മോഷനിൽ ഈ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരാ ഉള്ളത്? ടോർക്കാണ് കേട്ടോ. ടോർക്കിനെ നമുക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നും പറയാം. ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? ടോർക്ക് = R × F ആണ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഇൻറ്റു ഫോഴ്സിനെയാണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പറയാം. ഇതല്ലേ ഇപ്പോൾ പറഞ്ഞത് അല്ലേ? റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ടോർക്ക് ഓർ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോർക്ക് = R × F. ഓക്കെ, ആംഗുലർ മൊമെന്റം ഇസ് ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് എന്താണ്? ലീനിയർ മൊമെന്റം ആണ്. ലീനിയർ മൊമെന്റത്തിനെ ആണ് നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ എന്താ പറയുന്നത്? ആംഗുലർ മൊമെന്റം എന്ന് പറയും. ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഇതാണ് വരിക. ക്യാപിറ്റൽ L ആണ്, സ്മോൾ L എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. R × P എന്താണ്? ലീനിയർ മൊമെന്റം. R എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ആണ്. നെക്സ്റ്റ്, ഈ ആംഗുലർ മൊമെന്റത്തിന് നമുക്ക് എന്തും പറയാം? മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയാം. കാരണം ലീനിയർ മൊമെന്റം ഇൻറ്റു
ലീനിയർ മൊമെന്റം ഇൻറ്റു ആർ ആണല്ലോ എന്ത് ആംഗുലർ മൊമെന്റം. അതല്ലേ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം അല്ലേ? മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം എന്തുവാണ്? ആംഗുലർ മൊമെന്റം ആണ്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. ഈ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളൊരു കേസ് എടുക്കുക. നിങ്ങളിപ്പോൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. മൊമെന്റ് ബാർ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ആണ്. ഇത് മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ചെറിയൊരു സ്കെയിൽ എടുക്കുക. ഈ സ്കെയിൽ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നമ്മളിങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുക ജി എന്ന് പറയുന്ന പോയിന്റിൽ. ഓക്കെ, ഇവിടെയായിട്ട് അതായത് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും ഒരു D1 ഡിസ്റ്റൻസിൽ ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുവാണ്. ഒരു ഫോഴ്സ് കൊടുത്തു, F1 എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്തു. അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് ഇതൊരു സ്കെയിലാണ്, ഇതിങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുക. ഇവിടെ ഞാനൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ടേക്ക് തിരിയും. ഇത് ശ്രദ്ധിച്ച് കേട്ടോണം, കാരണം ഇത് വെച്ചിട്ട് ഒരിക്കൽ ബോർഡ് എക്സാമിന് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, ഇങ്ങോട്ടേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യും അല്ലേ? റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? ടോർക്ക് ഉണ്ടാവും. ടോർക്ക് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക് അല്ലേ? മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D1 ആണ്, അതായത് F1 × D1 ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് ഇസ് ഈക്വൽ ടു F1 × D1. ഇനി ഇതേപോലെ ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് ഒരു ഫോഴ്സ് കൊടുക്കുന്നതെങ്കിലോ ഇത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും, അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഞാൻ ഇവിടെയാണ് ഒരു ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ, ഈ ഫോഴ്സ് ഇല്ല, പകരം ഇവിടെയാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് D2 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ടോർക്ക് എന്താണ്? F2 × D2 ആണ് അല്ലേ? അപ്പോൾ ഈ ടോർക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് തിരിക്കുമ്പോൾ ഇങ്ങനെ പോകുന്നത് എന്താണ്? ക്ലോക്ക് വൈസ് അല്ലേ? ടോർക്ക് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷനും ടോർക്ക് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ഈക്വൽ ആകണം. എന്തിനു വേണ്ടിയിട്ട്? ഒബ്ജക്റ്റ് ടു ബി ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. എന്താണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. ബോഡി റൊട്ടേറ്റ് ചെയ്യാതിരിക്കുന്ന ആ കണ്ടീഷനെയാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ബോഡി നീങ്ങാതിരിക്കുന്ന കണ്ടീഷനെയാണ് പറയുന്നത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ടോർക്കും ഇവിടെ കൊടുക്കുന്ന ടോർക്കും, ടോർക്കാണേ ഫോഴ്സ് അല്ല, ഈ വശത്ത് കൊടുക്കുന്ന ടോർക്കും ഈ വശത്ത് കൊടുക്കുന്ന ടോർക്കും ഈക്വൽ ആയിരിക്കണം. അതായത് എന്താ പറയേണ്ടത്? നമ്മൾ F1 D1 is equal to F1 D1 is equal to F2 D2 ആയിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. അപ്പോൾ ഈ ഒരു കേസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുന്നത് ഫോഴ്സിന് വരെ നമുക്ക് M × G എന്ന് എഴുതാം അല്ലേ? അപ്പോൾ M1 × G × D1 is equal to M2 × G × D2 എന്ന് എഴുതാം. ജിയും ജിയും കട്ടായി കഴിഞ്ഞാൽ M1 D1 is equal to M2 D2 എന്ന് എഴുതിക്കൂടെ അല്ലേ? ഓക്കെ, സോറി. അപ്പോൾ എന്താണ് നമുക്ക് ഒന്നിരിക്കൽ ചോദിച്ചത്, ഇതിൻ്റെ മേലെ ഇത്ര കാശ് കോയിൻസ് വെച്ചിരിക്കുന്നു, ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത്ര മാസാണ്, അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ഇവർ തമ്മിൽ ഉണ്ടാവുക? ഇഫ് ദിസ് ഡിസ്റ്റൻസസ് ഇത്ര, അതായത് D1ഉം ഇവിടുത്തെ ഫോഴ്സും ഒക്കെ തന്നു. ഈ D2ഉം ഇവിടുത്തെ ഫോഴ്സും തന്നു. D1 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് നമുക്ക് ഏതെങ്കിലും 3 അറിയാമെങ്കിൽ ഒരെണ്ണം കണ്ടുപിടിച്ചൂടെ? M1 D1 = M2 D2 എന്ന് വെച്ചാൽ ഇപ്പോൾ D1ഉം M2ഉം D2 തന്നിട്ടുണ്ട്. M1 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? M2 D2 ഇപ്പുറത്തുണ്ട്, ഈ D1നെ എന്നെ താഴേക്ക് കൊണ്ടുവന്നാൽ പോരെ അല്ലേ? അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമ്മുടെ ഈ സംഭവം കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് അനദർ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യങ്ങളായിരിക്കാം ഇതൊക്കെ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ, റൊട്ടേഷണൽ മോഷനിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ലീനിയർ മോഷനിലെ നമ്മുടെ മാസാണ്. നിങ്ങൾ ഒരൊറ്റ എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമുക്കറിയുന്ന ഇക്വേഷൻ ഏതാണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിന് പകരം ടോർക്ക് എന്നും മാസിന് പകരം I, അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നും ലീനിയർ ആക്സിലറേഷന് പകരം ആൽഫ എന്നുമാണ് എഴുതാറ്. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ടോർക്ക് ഇസ് ഈക്വൽ ടു I ആൽഫ. I എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ആൽഫ എന്ന് പറയുന്നത് യെസ് ആംഗുലാർ ആക്സിലറേഷൻ ആണ്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചും ചോദിക്കാം. റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ഇസ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, നെക്സ്റ്റ് മാസ് ഇസ് എ മെഷർ ഓഫ്, അതിനെ വേറെ രീതിയിൽ ചോദിക്കുകയാണ്. മാസ് ഇസ് എ മെഷർ ഓഫ് ഇനേർഷ്യ ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേർഷ്യ. ഇനി എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, mr² ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബോഡി ഉണ്ട്. ഈ ബോഡി ഇങ്ങനെ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കും, ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക
ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം നമുക്കറിയാം ഈ ഒബ്ജക്റ്റിനകത്ത് കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ, കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓരോ പാർട്ടിക്കിളിനും മാസ് m1 m2 ആണെന്ന് എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ r1 r2 r3 അങ്ങനെയായിരിക്കും പോകുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് mn rn സ്ക്വയർ ആയിരിക്കും. അതെല്ലാം കൂടെ നമ്മൾ എടുത്തു കഴിയുമ്പോഴാണ് I is equal to ക്യാപിറ്റൽ M r സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് സിംപ്ലിഫൈ ചെയ്ത് എടുക്കുന്നത്. അതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിക്ക് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും അല്ലേ. അതായത് ഇപ്പോൾ ഞാൻ G എന്ന എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനും ജിയും കൂടെ തമ്മിൽ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് ആണ് K. ആ K ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതിനെയാണ് എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ എം ആർ സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? I is equal to m k സ്ക്വയർ എന്ന് കൊടുക്കാം അല്ലേ. I is equal to m k സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കെയുടെ ഇക്വേഷൻ എന്ത് കിട്ടി? k is equal to root of I by m. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ മതി? റേഡിയസ് അല്ലേ. അപ്പോൾ എന്തിൻ്റെ ഡയമെൻഷൻ ഫോർമുലയാണ്? എല്ലിൻ്റെ തന്നെ. എല്ലായിരിക്കും ഡയമെൻഷൻ ഫോർമുല. ഓക്കെ, അങ്ങനെ നമ്മൾ റൊട്ടേഷണൽ മോഷനിലെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഒരു കാര്യം കൂടിയുണ്ട് റൊട്ടേഷണൽ മോഷനിൽ പറയാനായിട്ട്. ചിലപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ എടുക്കാനുള്ള ടൈമോ മറ്റോ ഇല്ലെങ്കിൽ ഞാനത് മറന്നു പോകരുതല്ലോ. അതായത് റിലേഷൻ ബിറ്റ്വീൻ, ഞാൻ പല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയുകയാണ്, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്കിനൊക്കെ ചോദിക്കാം. നമ്മൾ അത്രയും വേണ്ടി പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഡിറൈവ് ചെയ്തെടുക്കാം. ഇത് നോക്കാം. നമ്മൾ തുടങ്ങേണ്ടത് ഈ ഇക്വേഷനിലാണ്. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതായത് ആർ ക്രോസ് പി ആണ് അല്ലേ. ഇനി നമ്മൾ 2 വശത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് dl/dt is equal to d/dt of r cross p ആണ്. d/dt of r cross p ആണ്. അപ്പം നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ആദ്യം r എഴുതുക, ക്രോസ് ഡി പി ബൈ ഡി ടി. ഇതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട മെത്തേഡ് കേട്ടോ. ആർ ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് പി ക്രോസ് ഡി ആർ ബൈ ഡി ടി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. എന്താ? നമ്മുടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് ആണ് ആർ ക്രോസ് എഫ് പ്ലസ് പി ക്രോസ് ഡി ആർ ബൈ ഡി ടി. ഡിസ്റ്റൻസ് ബൈ ടൈം എന്താണ്? വെലോസിറ്റി ആണ്. പക്ഷേ നമുക്കിനി ഇവിടെ പീനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ആർ ക്രോസ് എഫ് പ്ലസ് പിക്ക് പകരം ഞാൻ എം ഇൻറ്റു വി എന്ന് എഴുതുവാണ്. എം ഇൻറ്റു വി ക്രോസ് വി. വി ക്രോസ് വി എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ഐ ക്രോസ് ഐ, ജെ ക്രോസ് ജെ, കെ ക്രോസ് കെ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതുപോലെ വി ക്രോസ് വി എന്ന് പറയുന്നതും 0 ആണ്. അതായത് ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പം നമുക്ക് എൽ എച്ച് എസിൽ എന്താണ് വന്നിരിക്കുന്നത്? ഡി എൽ ബൈ ഡി ടി അല്ലേ. എൽ എച്ച് എസ് എന്ന് പറയുന്നത് ഡി എൽ ബൈ ഡി ടിയിലാണ് നമ്മൾ തുടങ്ങിയത്. ഈക്വൽസ് വാട്ട് ഈസ് ആർ ക്രോസ് എഫ്? ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് ടോർക്ക് അല്ലേ. അപ്പോൾ ഇക്വേഷനിലേക്ക് നമ്മൾ വന്നോ. ടോർക്ക് ഈസ് ദ റേറ്റ് ഓഫ് വാട്ട്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് ആംഗുലർ മൊമെൻറ്റം. നമുക്ക് എന്താ കിട്ടുക? ടോർക്ക് കിട്ടും. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം ആണ് ടോർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലീനിയർ മൊമെൻറ്റം വെച്ചിട്ട് പറഞ്ഞു നോക്കിക്കേ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് ടോർക്ക് ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ മോഷനിലെ ടോർക്കാണ്. പി എന്ന് പറയുന്ന റൊട്ടേഷൻ മോഷനിലെ ആംഗുലർ മൊമെൻറ്റം ആണ്. അപ്പം മക്കളെ ഇതെന്തായാലും പഠിക്കണം. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. ഇപ്പം ഞാൻ പറയാറുണ്ട് ഡെറിവേഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പും ചിലപ്പോൾ ഓർമ്മയിൽ ഉണ്ടാവില്ല. ഒന്നും പേടിക്കണ്ട. ലാസ്റ്റ് ഇക്വേഷൻ എന്താ കിട്ടേണ്ടതെന്നുള്ളത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഫസ്റ്റ് 2 ഇക്വേഷനും പഠിക്കുക. ഇതിനിടയിൽ നിന്നുള്ള സ്റ്റെപ്സ് നിങ്ങൾ മറന്നു പോയാൽ നിങ്ങളൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഓർമ്മയുള്ള സ്റ്റെപ്സ് എഴുതി വെച്ചിട്ട് ആ ഫൈനൽ ഇക്വേഷൻ കറക്റ്റാക്കി അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഒക്കെ വിട്ടേക്കുക. ഈ 2 സ്റ്റെപ്പ് എഴുതിയിട്ട് ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തിയാലും നിങ്ങളുടെ ഇക്വേഷൻ കറക്റ്റാണ്. ഓക്കെ, യെസ്. അപ്പോൾ റൊട്ടേഷണൽ മോഷൻ കഴിഞ്ഞ് നമുക്കടുത്തത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡാഷ്, അതായത് ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ ആസ് വി ഗോ എബവ് എർത്ത് സർഫസ്. സർഫസിൽ നിന്ന് മുകളിലേക്ക് പോയാലും സർഫസിൽ നിന്ന് ഉള്ളിലേക്ക് പോയാലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ആണ് കേട്ടോ. ഗോ എബവ് ദ എർത്ത് സർഫസ് ആൻഡ് വി ഗോ ഡൗൺ ബിലോ ദ എർത്ത് സർഫസ്. രണ്ടും ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്.
Acceleration due to gravity is 0. 0 at the center of the earth. എർത്തിന്റെ സെന്ററിൽ എത്തുമ്പം 0 ആണ്. എന്താണ് നമ്മൾ ഡെപ്തിലെ ഇക്വേഷൻ? ഇന്നലെ ചെയ്ത വീഡിയോയിലുണ്ട് കേട്ടോ, ഗ്രാവിറ്റേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് ഡെപ്തും ഹൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ജി ഡാഷ് അറ്റ് ദ ഹൈറ്റിൽ ജി ഇൻറ്റു 1 - 2h/r ആണ് കണ്ടോ. -h ആയതുകൊണ്ട് h കൂടുന്നതിനനുസരിച്ച് നെഗറ്റീവ് ആണ് കൂടുക, അപ്പോൾ ജി കുറയാണ്. ഡെപ്തിൽ വരുമ്പോൾ ജി ഇൻറ്റു 1 - d/r ആണ്, അതായത് ഡെപ്ത് കൂടുമ്പോഴും മൈനസ് ആ കൂടുന്നത്, കുറയുക ചെയ്യുന്നത് അല്ലേ, ജി കുറയുകയാണ് ചെയ്യുന്നത്. അതായത് സെൻറ്റർ ഓഫ് ദ എർത്തിൽ എത്തുമ്പം ഡിയും ആറും ഈക്വൽ ആവും. അപ്പോൾ ജി ഡാഷ് എന്ന് പറയുന്നത് 0 ആവും, കാരണം ഇത് 1/1 ആയി പോകത്തില്ലേ, രണ്ടും സെയിം ആകുമ്പോൾ 1 - 1 0. അപ്പോൾ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 0. അടുത്തത് എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി. വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി? ഒരു ബോഡി നമ്മൾ ഏത് വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എസ്കേപ്പ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ പുൾ, അതിനെയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ് വരിക? 11.2 km/s ആണ്. 11.2 km/s ആണ്. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി. എർത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി. അതായത് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് √2 എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, v = √2g R. സ്മോൾ g is acceleration due to gravity. ഇവിടെ ക്യാപിറ്റൽ G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. m is മാസ് ഓഫ് ദ എർത്ത് ആണ്, r റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പോൾ മാസ് ഓഫ് ദ എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ അതായത് മാസ് ഓഫ് ദ പ്ലാനറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? മാസ് ഓഫ് ദ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഡെറിവേഷൻ നമ്മൾ 2022 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് തന്നിട്ടുണ്ട് കേട്ടോ, അത് നോക്കിക്കോണേ. യെസ്, അടുത്തത് വാട്ട് ഈസ് ദ വാല്യൂ? 11.2 km/s. മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. വൈ? എന്തുകൊണ്ടാണ് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത്? മൂണിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 2.3 km/s ആണ്. അപ്പോൾ എത്ര കുറവാന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ മൂണിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഈ ഒരു വെലോസിറ്റി അങ്ങ് അക്വയർ ചെയ്തിട്ട് അത് മൂണിൻ്റെ സർഫസിൽ നിന്ന് അങ്ങ് എസ്കേപ്പ് ആയി പോകും. അതുകൊണ്ടാണ് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ലാതെ ആയി പോകുന്നത്. ഇനി ഗ്രാവിറ്റേഷനിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ, ഇതൊക്കെ ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു, എന്നാലും പറയുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇത് മാത്രം കാണുന്ന മക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അറിയാൻ വേണ്ടി പറയുവാണ്. എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ വരുന്നത് √2gr ആണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് √gr ആണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ സാറ്റലൈറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്സ്. ഓക്കെ, അപ്പോൾ VO = √gr ആണ്. അപ്പോൾ റേഷ്യോ എന്താ വരുന്നത്? ഇവിടെ √2 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ടു ഓർബിറ്റൽ വെലോസിറ്റി = √2:1 ആണ്. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ പഠിച്ചോണം കേട്ടോ. അതുപോലെ കെപ്ലേഴ്സിൻ്റെ 3 ലോസ്, കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ, ഈ 3 ലോയും പഠിക്കുക. ഫസ്റ്റ് ലോ എന്താണ്? ലോ ഓഫ് ഓർബിറ്റ്. സെക്കൻഡ് ലോ ഓഫ് ഏരിയ. തേർഡ് ലോ ഇസ് ലോ ഓഫ് പീരിയഡ്. ഈ 3 ലോയും പഠിക്കുക. സമയമുണ്ടെങ്കിൽ സെക്കൻഡ് ലോയുടെ പ്രൂഫും കൂടെ ഒന്ന് പഠിച്ചേക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് ടെക്സ്റ്റിനകത്തുള്ളത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 85 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഷോർട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെത് കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുവാണ്, കാരണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒന്ന് സെറ്റാക്കി വെക്കുക. അപ്പോഴേക്കും നിങ്ങളുടെ അടുത്തേക്ക് സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഇത് വരും. ഓക്കെ, അതായത് ലൈറ്റ് ഭയങ്കരമായിട്ട് കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്, കണ്ണ് നല്ലോണം വേദന എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കണ്ണിന് റെസ്റ്റ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡെറിവേഷൻസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തരുവാണെങ്കിൽ ഇന്ന് രാത്രി വരെയൊക്കെ സമയമുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് നാളെ രാവിലെ എക്സാമിന് പോകുന്നതിന് മുന്നേയെങ്കിലും ഒരു 2x ഇട്ടില്ലെങ്കിലും കാണാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്തു തരണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചതൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ പറയുവാണ്. നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് പോയി പഠിച്ചോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇപ്പം തന്നെ കാണാം. ബൈ.